Hello friends, welcome to SAD, Centers Tuition Center Madathumbadi and Puthambalikara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് +2 കൊമേഴ്സിലെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, ചാപ്റ്റർ 1 അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പാർട്ട് 1 non-profit organization meaning. The topic to be covered in this lesson are meaning and characteristics of not-for-profit organization, accounting records of not-for-profit organization, receipt and payment accounting, income and expenditure accounting, balance sheet, treatment of peculiar items, income and expenditure account based on trial balance, incidental trading activity. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ? സോ വാട്ട് യു മീൻ ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? എന്താണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഈ പേരിൽ തന്നെ കിടപ്പുണ്ട്, നോൺ പ്രോഫിറ്റ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് വേണ്ട, നമ്മുടെ കണ്ടോ 100 രൂപ വേണ്ട, പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ ഉള്ള ഓർഗനൈസേഷനെയാണ് നമ്മളത് പറയുക നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ആ പേരിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഓർഗനൈസേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ അക്കൗണ്ടിങ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, what the real meaning of non-profit organization? It is not to earn profit. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തിനല്ല? നമുക്ക് പ്രോഫിറ്റ് വേണ്ട, പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല, ഒരു കൂട്ടായ്മയല്ല എന്ത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. മനസ്സിലായോ? their aims not to earn എന്താണ് പ്രോഫിറ്റ്. അവരുടെ ലക്ഷ്യമേ അല്ല ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെയോ നോട്ട് ഫോർ ബിസിനസ്, ബിസിനസ്സും അവർ ചെയ്യുന്നില്ല. കണ്ടോ? പിന്നെ അവരെന്താ ചെയ്യുന്നത്? അവർ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് ബിസിനസ്സും ഇല്ല. പിന്നെയോ യെസ്, റെൻഡറിങ് സർവീസസ്, അവരെന്ത് ചെയ്യുന്നു? സർവീസ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് നമ്മൾ സ്കൂളിൽ എന്താണ് സർവീസ് അല്ലേ? ശരിയല്ലേ? ക്ലബ്ബുകൾ, ഇതൊക്കെ സർവീസാണ്. സോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മീനിങ് ദേ ആർ എൻറ്ററിങ് സർവീസസ്. ദേ ആർ നോട്ട് എയിം അറ്റ് ടു ഏൺ പ്രോഫിറ്റ്. ദേ ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ എനി ബിസിനസ്. ക്ലിയർ? ഓക്കെ, വാട്ട് ആർ ദ എക്സാമ്പിൾസ്? ഫോർ എക്സാമ്പിൾ ക്ലബ്ബുകൾ. ഓക്കെ, ചിലപ്പോൾ ക്ലബ്ബുകളോട് ചേർന്ന് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ലാഭം കിട്ടാറുണ്ട്. പക്ഷേ that profit is not divided into owners. ഓണേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. മനസ്സിലായോ? ആൻഡ് സ്കൂളിൽ ഇതേപോലെ സർവീസാണ് ചെയ്യുന്നത്. അതുപോലെ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ സർവീസാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ചർച്ച് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ റിലീജിയസ് ഓർഗനൈസേഷൻസ്, അമ്പലങ്ങൾ, പള്ളികൾ, അവരുടെ വരുമാനങ്ങളെ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതോടുകൂടി നമുക്ക് പഠിക്കാൻ പറ്റും. ഇതുകൂടിയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതൊക്കെ. ഓക്കെ, അനദർ എക്സാമ്പിൾസ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ, then clubs, charitable institutions, schools, religious organizations, trade unions, welfare societies and societies for the promotion of art and culture. Okay, ഇതൊക്കെ എന്തിനകത്ത് പെടും? ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പെടും. ക്ലിയർ? സോ they exist only for rendering services and not aim at any profit behind their services. So this is the main point, rendering services and not for profit. These are the two main points you should remember. Okay, clear? How can you define a non-profit organization? Non-profit organizations are those organizations which are
not engaged in business activities. ബിസിനസ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നില്ല, ബിസിനസ് ചെയ്യുന്നില്ല. ദ പ്രൈം ഒബ്ജക്റ്റ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു റെൻഡർ സർവീസ്. റെൻഡർ സർവീസ് എന്താണത്? സർവീസ് കൊടുക്കുക. ടു ഇറ്റ്സ് മെമ്പേഴ്സ്, അതിന് മെമ്പേഴ്സിനും, ആൻഡ് ദ സൊസൈറ്റി, സൊസൈറ്റിക്കും. നോട്ട് ടു ഏൺ പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാതെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്ന ലക്ഷ്യം കൂടാതെ. അപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നില്ല, സർവീസ് കൊടുക്കുന്നു, ബിസിനസ് ചെയ്യുന്നില്ല. 3 പോയിന്റ് ക്ലിയർ. Another definition, a non-profit organization is defined as a non-profit seeking entity. അതായത് ലാഭം ലക്ഷ്യമല്ലാതെയുള്ള ഒരു സ്ഥാപനം. Does not usually involve in trading activities. ബിസിനസ് അവർ ചെയ്യുന്നില്ല, but engage in rendering service. അവരെന്ത് ചെയ്യുന്നു? സർവീസ് ചെയ്യുന്നു. ടു മെമ്പേഴ്സ്, മെമ്പേഴ്സിനും സൊസൈറ്റിക്ക്. ഇവിടെ പറഞ്ഞ അതേ മീനിങ് തന്നെ ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി വേറൊരു ഡെഫിനേഷൻ കൂടി നമുക്ക് നോക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് ആൻ എൻറ്റിറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്ഥാപനമാണ്. ഇന്റൻഡ് ടു റെൻഡർ സർവീസ്, അവരുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അവരെന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത്? റെൻഡർ സർവീസ്, സർവീസ് കൊടുക്കാൻ. ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്, പബ്ലിക്കിനെ, സമൂഹത്തിനെ. വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം പ്രതീക്ഷിക്കാതെ. ഇപ്പോൾ 2 പോയിന്റ് പറഞ്ഞു, സർവീസ്, ലാഭം പ്രതീക്ഷിക്കാതെ. ഓക്കെ, അപ്പോൾ ഇവിടെ സർവീസാണെന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ് അല്ല എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ റെൻഡർ സർവീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിസിനസ് അല്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെയിൻ 2 പോയിന്റ്സ് എന്താണ്? ദേ ആർ ഫോർ സർവീസസ് ആൻഡ് നോട്ട് ഫോർ മേക്കിംഗ് എനി മണി. These are managed by trustees. Trustees ആണ് മാനേജ് ചെയ്യുന്നത്. Who are fully accountable to their members and the society for the utilization of the funds raised for meeting the objectives of the organization. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫണ്ട് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തു എന്ന് മെമ്പേഴ്സ് ചോദിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രസ്റ്റീസ് നമ്മൾ ഉണ്ടാക്കും. കുറച്ച് പേരുടെ സംഘടന അതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട, and അവരാണ് ഈ ഫണ്ടൊക്കെ മാനേജ് ചെയ്യുന്നത്. Hence, they also have to maintain proper accounts and prepare the final statement. അപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ഓക്കെ, which take the form of receipt and payment account. കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല, കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് റെസിപ്റ്റ്, നമ്മുടെ വരവ്, നമ്മുടെ ചെലവ്, വരവ് ചെലവ് കണക്കുകൾ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ വരുമാനവും ആ വർഷത്തെ ചെലവുകൾ, ഇത് മൊത്തം വരും. ഇത് ഒരു വർഷത്തെ മാത്രം. ഡിഫറൻസിൻ്റെ ഡീറ്റെയിൽസ് ഇത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പിന്നീട് പഠിക്കും. ഓക്കെ, ബാലൻസ് ഷീറ്റ് അവസാനം, എൻഡ് ഓഫ് ദ എവറി അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ ബാലൻസ് ഷീറ്റും എടുക്കും. ക്ലിയർ? ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കീപ്പിംഗ് റെക്കോർഡ്സ് ഇൻ സച്ച് ഓർഗനൈസേഷൻ ഇസ് ടു മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്. നിയമപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്പ് ദം ഇൻ എക്സസൈസിങ് കൺട്രോൾ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ദെയർ ഫണ്ട്സ്. ഫണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഈസ് കോൾഡ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ്. സൊസൈറ്റീസിലൂടെ രജിസ്ട്രാറാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത്. സോ ഇൻ സിമ്പിൾ വേർഡ്സ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ, what is a non-profit organization? They exist only for rendering services and do not aim at any profit. Okay, clear? This is part 2, characteristics of not-for-profit organization. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് കമൻറ്റ്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സോ പ്ലീസ് ലൈക്ക് ഇറ്റ്. Subscribe to our new channel too, only for higher secondary +1 and +2 SAT tuition at HSS. To subscribe, click on the link in the description. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.